അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആഷി ഉസ്താദിനോട് അതാ റിസ്വാന വക്കീൽ എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയെങ്കിലും സഫീറിനെ അറിയിക്കണം. ഒരു പക്ഷേ സഫീർ അതറിയുമ്പോൾ എന്തായിരിക്കും അവൻ്റെ ഒരു മാനസികാവസ്ഥ എന്നതാണ് ആഷി ഉസ്താദ് വിചാരിക്കുന്നത്. ശരിയൊക്കെ തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഭാഗ്യം തന്നെയായിരിക്കും റിസ്വാന വക്കീലിനെ കിട്ടിയാലേ. കാരണം അവരെന്ന് പറഞ്ഞാൽ അത്രക്കും നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ്. മാത്രമല്ല ജീവിതത്തിൽ അവർ കളവ് പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. സാധാരണ രീതിയിൽ പണത്തിന് വേണ്ടി കളവ് പറയുന്നവരുണ്ടാകും വക്കീലന്മാരൊക്കെ. പക്ഷേ ഇവർ അങ്ങനെയല്ലല്ലോ. അതെ, അള്ളാഹുവിനെ ഭയന്നുള്ള അവരുടെ ജീവിതം. അത്രയൊക്കെ പഠിച്ചിട്ടും അതെ വെറും മുൻകൈയും മുഖവും മാത്രം കാണുന്ന രീതിയിലാണ് അവളുടെ വസ്ത്രധാരണ. ഒരിക്കൽ പോലും അതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും അവൾ ഇത് കണ്ടിട്ടില്ല. അത്രക്ക് സൂക്ഷ്മതയോടുകൂടിയ ജീവിതം. ഒരാളിനോട് സംസാരിക്കുമ്പോൾ അത്രയധികം കറക്റ്റായിട്ട് അങ്ങനെ വല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവളാണ് റിസ്വാന വക്കീൽ. ഒരു പക്ഷേ എൻ്റെ ശിഷ്യയായ അവളെ സഫീറിന് ലഭിച്ചാൽ അത് വല്ലാത്തൊരു ഭാഗ്യമായിരിക്കും. പക്ഷേ വീട്ടുകാർക്ക് നല്ല എതിർപ്പുമായിരിക്കും. കാരണം ജസീർ എന്തൊക്കെയോ പ്രശ്നങ്ങളാക്കിയിട്ടുണ്ടല്ലോ. ജസീർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അങ്ങനെയൊക്കെയാണല്ലോ. എന്തൊക്കെ തന്നെയാലും അവനോടൊന്ന് പറഞ്ഞു നോക്കാം. അന്നതാ രാത്രി അവർ അന്നത്തെ ദിവസത്തെ ക്ലാസ് പഠനം കഴിഞ്ഞ് ഒന്ന് വൈകുന്നേരം എടാ നമുക്കൊന്ന് പുറത്തിറങ്ങിയാലോ. സെഫ് വരുമ്പോൾ അത് ആഷി ഉസ്താദ് പറയുന്നു. ആഷി, ഞാനും വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് ഈ കോളേജിൻ്റെ അപ്പുറത്ത് നല്ല വിശാലമായി നല്ല തുറസായി കിടക്കുന്ന ഒരു നല്ലൊരു മൈതാനമുണ്ട്. അതിനരികിലായിട്ട് ഒരുപാട് ഈത്തപ്പഴത്തോട്ടങ്ങളും ഒരു ചെറിയൊരു അരുവിയുമെല്ലാം ഒഴുകുന്നു. നമുക്ക് ആ സ്പോട്ടിലേക്ക് പോയാലോ? ആ, അതിനെന്താ, പോയാലോ. അങ്ങനെ അതാ അവർ അങ്ങോട്ട് ചെല്ലുകയാണ്. രണ്ടുപേരും നടക്കാനിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ എടുക്കും. എന്നാൽ തലേ ദിവസം അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു ഫിലിപ്പൈൻസി പെണ്ണ് കൊണ്ടുവന്ന് കൊടുത്ത കുറച്ചധികം പലഹാരങ്ങളും ഫ്രൂട്ട്സും എടുക്കാമെന്ന് അവർ വിചാരിച്ചു. ആഷി, പിന്നെ കുറച്ച് ഇതെടുക്കാല്ലേ? ആ, എടുത്തോ. എന്തൊക്കെ തന്നെയാലും നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതല്ലേ. ഏയ് അങ്ങനെയല്ല, ഞാൻ ആ കുട്ടിയെ ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പെങ്ങൾ എനിക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് തരുന്ന രീതിയിലാണ് എനിക്ക് കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ആ, അങ്ങനെയൊക്കെ നിനക്ക് തോന്നാം. ഇനിയൊരു പക്ഷേ കുഴപ്പമില്ല, നമ്മളൊന്നും തെറ്റായ രീതിയിൽ ചിന്തിക്കേണ്ട. ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ ഒരു സമ്മാനം തരുന്നു എന്ന് വിചാരിച്ചിട്ട് മറ്റു രീതിയിൽ ചിന്തിക്കാൻ പാടില്ലല്ലോ, അല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ആ കുട്ടിയെ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കതിന് താല്പര്യമില്ല. സഫീർ പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, ജീവിതത്തിലൊരു പെണ്ണൊക്കെ വേണ്ടേ. എന്നാൽ സഫീറിൻ്റെ മുഖം വല്ലാതെ ആകുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്തടാ എന്തു പറ്റി? ഒന്നുമില്ല. ആ, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അവർ പലഹാരങ്ങളും അതെല്ലാം എടുത്ത് നടന്നു. അവർ നേരെ അതാ അവിടെ പോയിരുന്നു. മാഷാ അല്ലാ, എത്ര മനോഹരമാണല്ലേ. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് ബാങ്കുലി കേട്ടത്. നമുക്ക് ഏതായാലും മഗ്‌രിബ് നിസ്കരിച്ച് അങ്ങിറങ്ങാം. അങ്ങനെ അവർ പള്ളിയിൽ പോയി നിസ്കരിച്ച് ആ ഒരു സായാഹ്നം ആസ്വദിക്കുവാൻ വേണ്ടി അവിടെ ഇരുന്നു. എടാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരിഞ്ഞിപ്പോൾ എത്ര കെട്ടിപ്പടുത്ത് പൊക്കി ഉണ്ടാക്കിയാലും ഈ ഒരു മനോഹാരിത, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു മനോഹാരിത മനുഷ്യന്മാരുണ്ടാക്കിയതാണെങ്കിൽ എന്താവും, ഒരു മഴ പെയ്താൽ ഒരു വെയിൽ കൊണ്ടാൽ അതങ്ങ് മങ്ങി പോകും. പക്ഷേ അല്ലാഹു സൃഷ്ടിച്ചതോ അത് വളരെയധികം മനോഹരമായി തന്നെ നിൽക്കും, അല്ലേ? മഴ പെയ്യുമ്പോൾ അത് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നും. മഴ പെയ്ത് വെയിലുദിക്കുമ്പോൾ അത് ശരിക്കും അതിനേക്കാൾ മനോഹരം. പടച്ച റബ്ബിൻ്റെ ഒരു കാരുണ്യമല്ലേ. അവർ രണ്ടുപേരും അവരുടെ വിഷയങ്ങളിൽ പഠിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. എന്നാൽ അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യമൊന്ന് സഫീറിനോട് പറയണം എന്നുള്ളത് ആഷി ഉസ്താദിന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെ പറയണം എന്നറിയുന്നില്ല. എടാ, എന്തൊക്കെ തന്നെയാലും നമ്മൾ വിവാഹപ്രായമൊക്കെ ആയിത്തുടങ്ങില്ലേ? ആയി തുടങ്ങി. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ആഷി, എനിക്കതിലൊട്ടും പ്രതീക്ഷയില്ല. ഇനി അഥവാ ഞാൻ വിവാഹം കഴിച്ചാൽ തന്നെ എൻ്റെ ഉമ്മ എന്നെ സ്വീകരിക്കൂലടാ. അത് ജീവിക്കുന്ന കാലത്ത് ഒറ്റയ്ക്ക് ജീവിക്കാനേ. എങ്കിലും എനിക്കിഷ്ടമാണ് ദീൻ അറിഞ്ഞ് ജീവിക്കുന്നത്.
എനിക്കിഷ്ടമാണ് ഇസ്ലാം പഠിക്കുന്നത്. അത്രക്കും സത്യം പറഞ്ഞാൽ ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ അതിലേക്കങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സാകെ വല്ലാതെ കുളിരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ഞാൻ അത്ര പഠിച്ചിട്ടൊന്നുമില്ല. കുറച്ച് ചെറുപ്പത്തിൽ മദ്രസ എന്തോ പഠിച്ചു. പക്ഷേ പിന്നെയൊക്കെ ഭൗതിക വിദ്യാഭ്യാസം ഡിഗ്രിയും PGയും ഒക്കെ എടുക്കുന്നൊക്കെ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് സാരല്ല. എന്നാൽ ഇപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നുന്നത്, റബ്ബേ അല്ലാ, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് ഖുർആൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതെത്ര മനോഹരമായിരിക്കും എന്നുള്ളത് സത്യമായിട്ടും എനിക്ക് അതായിരുന്നു ആഗ്രഹം. ഇൻഷാ അല്ലാ അതുപോലത്തെ സ്വാലിഹായൊരു പെണ്ണിനെയും നിനക്ക് കിട്ടട്ടെ. എന്നാൽ അത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നതായാണ് കണ്ടത്. സ്വാലിഹായ പെൺകുട്ടി, അത് മനസ്സിലെ ആഗ്രഹമാണ്. പക്ഷേ ഒരു പക്ഷിയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. എന്തു പറ്റി? ഒന്നുമില്ലടാ, ഞാൻ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും പഠിച്ചോ നമുക്ക് തരണമെന്നില്ല എന്ന് കരുതിയിട്ട് നിനക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. ശരിക്കും തൻ്റെ കൂട്ടുകാരൻ മനസ്സിൽ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ആഷി സഫീറിൻ്റെ തോളിൽ കയറ്റി പറഞ്ഞു. സഫീർ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അത് അംഗീകരിക്കുമോ? എന്ത് കാര്യടാ? എന്ത് കാര്യമാണ്? എനിക്കെന്താടാ അംഗീകരിക്കാൻ? എനിക്ക് കുടുംബമില്ല, കൂട്ടമില്ല, എല്ലാവരും ഉണ്ട്. പക്ഷേ ആരും എനിക്ക് സപ്പോർട്ടല്ല. എൻ്റെ കാര്യങ്ങളൊന്നും അവിടെ ഇവിടെയും വിജയിക്കില്ല. അവരാഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ അതൊക്കെ നടക്കണം. നമ്മളെന്തെങ്കിലും തെറ്റെന്ന് കരുതി ചൂണ്ടിക്കാട്ടിയാൽ നമ്മൾ വളരെയധികം മോശക്കാരനായി ചിത്രീകരിക്കും. അത്രയധികം ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. സാരല്ല, എല്ലാവരും നന്നാക്കി എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ അതിനിടയിൽ സഫീർ ആഷിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറയുന്ന കാര്യം അത് മനസ്സിലാഗ്രഹമുള്ള കാര്യങ്ങളുണ്ട്. ഒരിക്കലും ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഉള്ളിലൊതുക്കുകയാണ്. സത്യമായിട്ടും എന്തിനും ഉള്ളിലൊതുക്കേണ്ട ആവശ്യം? നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാലോ. ആഷി ഉസ്താദ് അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സഫീർ പൊട്ടിക്കരഞ്ഞു. ഇല്ല ആഷി, ജീവിതത്തിൽ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നടക്കൂലടാ. സാരല്ല, ആയിക്കോട്ടെ. എന്നാൽ ഈ നിലയിൽ ഈ ഒരു ഫീൽഡിൽ എത്തിയല്ലോ, ഇനി മരിച്ചാലും കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് മരിക്കണം എന്നാണല്ലോ, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അങ്ങ് മരിക്കാൻ വരട്ടെ. പിന്നെ നിനക്ക് ഒരാളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? ഇഷ്ടമോ? എനിക്കോ? അത് എന്താ? നിന്നോട് ആർക്കെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലോ? എന്താ ആഷി പറയുന്നത്? ആ കുട്ടി എനിക്ക് ഫ്രൂട്ട്സും കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല. അത് എന്തോ എനിക്കറിയില്ല, എന്നോട് എൻ്റെ ബ്രദറിൻ്റെ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ആണോടാ? സത്യം പറ. അല്ലാതെ പിന്നെന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നീ അതിന് എതിർപ്പ് പറയോ? ശരിക്കും സഫീർ ഒന്ന് ഞെട്ടിപ്പോയി. അവൻ്റെ ആ വെള്ളാരം കണ്ണുകളിലേക്ക് ആഷി സൂക്ഷിച്ചു നോക്കി. എന്താ ആഷി പറയുന്നത്? എനിക്കൊക്കെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവിടാ. അതെ, ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിന്നെ. എനിക്കൊത്തിരി ഇഷ്ടമാണ്. വിവാഹം കഴിക്കുകയാണെങ്കിൽ എനിക്കതാണ് ആഗ്രഹം. എന്തെന്നറിയില്ല, മനസ്സിനുള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ സഫീർ ആഷിയുടെ കൈകൾ പിടിച്ച് ഒന്ന് നുള്ളി. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് എന്നെ അങ്ങനെ മോഹിപ്പിക്കണേ? അല്ല, സത്യമായിട്ടും എന്നെ ആര് മോഹിക്കാൻ? ഒരിക്കലുമില്ല. എന്നാലേ ഞാൻ ഒരാളെ കാണിച്ചു തരും. അപ്പം നീ അത് ഓക്കെ ആണെങ്കിലും ഓക്കെ പറയണം. ഓക്കെ? എന്നാൽ ആ നിമിഷം തന്നെ ആഷി ഉസ്താദ് അവൻ്റെ ഫോണിലെ ഗ്യാലറി തുറന്നു. പെട്ടെന്ന് വാട്സപ്പ് ഓൺ ചെയ്തു. അതിലെ ഒരു DP എടുത്തു. കണ്ണടക്ക്. ഏതെങ്കിലും പെണ്ണിൻ്റെ ദയവായി നീ അങ്ങനെയൊന്നുമല്ല, നീ നോക്കിക്കേ. എന്നാൽ ആ നിമിഷം തന്നെ അതാ റിസ്വാന വക്കീലിൻ്റെ DP എടുത്ത് ഓപ്പൺ ചെയ്തു. അതെ, കണ്ണ് തുറന്നോളൂ. ശരിക്കും സഫീർ കണ്ണുകൾ തുറന്നു. അല്ലാ പഠിച്ചോനെ, ഒന്നും വേണ്ടാത്തൊന്നും ആയിരിക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കണ്ണുകൾ തുറന്ന് ആ കാഴ്ച കണ്ട് സഫീർ ഒന്ന് ഞെട്ടി. ആഷി, എന്താ ഇത്? അതെ, ഇവൾക്ക് നിന്നോടൊരു ഇഷ്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ? ആഷി, ദയവായി എന്തിനാണ് വെറുതെ? എന്താടാ? ആ പെണ്ണിനെ കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ? നമുക്കൊന്നും അതിനെ കിട്ടൂല. അതൊക്കെ വേറെ വഴിക്ക് പോവും.
എന്താ നീ പറയുന്നത്? നമ്മളൊക്കെ എങ്ങനെ പറ്റാനാ? ഏ എന്നൊക്കെ എങ്ങനെ പറ്റുമോ അവൾക്ക്? അവളൊക്കെ നല്ല ഉയർന്ന ജോലിയൊക്കെ ചെയ്യുന്ന ആളല്ലേ? അതിനെന്താടാ? നീ എന്താ ഉയർന്ന പഠനമല്ല പഠിക്കുന്നത്? നിനക്കെന്താ ക്യാഷിൻ്റെ കുറവുണ്ടോ? പഠനത്തിൻ്റെ കുറവുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതൊന്നല്ല. അവരൊക്കെ വലിയ വക്കീലന്മാരൊക്കെ ആകുമ്പോഴേ നമ്മളൊക്കെ നോ, വക്കീലെന്നോ ഡോക്ടറെന്നോ നേഴ്സെന്നോ എഞ്ചിനീയറെന്നോ അങ്ങനെ വ്യത്യാസമില്ല. ബിസിനസ്സെന്നോ അതൊക്കെയെന്ന് വെച്ചാൽ മനസ്സിനുള്ളിൽ തോന്നുന്ന ഒരു ഇഷ്ടം. അത് ഇനിയിപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായ ഒരാളോടാണെങ്കിലും പോലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, റിസ്വാന വക്കീലായ എൻ്റെ ശിഷ്യക്ക് സഫീറിനെ ഇഷ്ടമാണ്. എന്നാൽ അത് കേട്ട സഫീറിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആഷി, ഞാൻ എന്തേ കേൾക്കുന്നത്? സത്യം പറയടാ, നിനക്കുമില്ലേ മനസ്സിൻ്റെ ഉള്ളിനുള്ളിലൊരു ആഗ്രഹം? ഉണ്ടായിരുന്നില്ലേ? സത്യം പറ, എൻ്റെ മുഖത്ത് നോക്കി നീ സത്യം പറ. എന്നാൽ അത് കേട്ടപ്പോൾ സഫീർ തല താഴ്ത്തി. അതെ, അവനിക്ക് ആഷിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. സത്യം പറ എൻ്റെ കുട്ടി, സത്യം പറ. ശരിയല്ലേ? ഓക്കെ അല്ലേ? എന്താ ഒന്ന് മുഖത്തേക്ക് നോക്കടാ. എന്നാൽ നിറമിഴികളോടെ ആഷിയുടെ മുഖത്തേക്ക് സഫീർ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതായിട്ട് അവൻ കണ്ടു. ആഹാ, ഈ വെള്ളാരം കണ്ണുള്ള ഈ ചെക്കൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടും ഇത്ര ഭംഗിയുണ്ടോ? റബ്ബേ മാഷാ അല്ലാ എന്ന് പറഞ്ഞു ആഷി ഉസ്താദ്. എന്താടാ? ഉണ്ട് അല്ലേ? ആഷി, ഞാൻ ഇതെങ്ങനെ പറയാം? മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ആഗ്രഹം ഇല്ലാതിരിക്കുമോ? ഉണ്ട്. പക്ഷേ സത്യമായിട്ടോ ആഷി, എന്നെ കളിയാക്കിയതല്ലേ? അല്ലടാ. ദാ അപ്പോൾ തന്നെ അതാ റിസ്വാന വക്കീൽ അയച്ച ആ ഒരു മെസ്സേജ് ആഷി ഉസ്താദ് കാണിച്ചു കൊടുക്കുന്നു. കണ്ടില്ലേ? ഇതാണ് സംഭവം. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, അത് പിന്നെ എനിക്ക് ഈ വിവാഹത്തിനോട് തീരെ താല്പര്യമില്ല. എന്നെ പെട്ടെന്ന് വന്ന് ഒരു പെണ്ണ് കാണലും വീട്ടുകാരുടെ നിർബന്ധിക്കലും കൂടെ ആയപ്പോൾ എനിക്ക് ഒട്ടും അതിന് താല്പര്യം. പിന്നെ ഉമ്മയിപ്പം പറഞ്ഞല്ലെന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ അനുസരിച്ചതാണ്. അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, എനിക്ക് ഒരിക്കൽ പോലും ആഗ്രഹമില്ല ഈ ഒരു വിവാഹത്തിന്. അത് ഞാൻ പഠിക്കാനും മജിസ്ട്രേറ്റ് എക്സാം എഴുതുവാനും ജഡ്ജ് ചെയ്യാനും ആഗ്രഹിച്ചതാണ്. അതിനുവേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും പരിശ്രമിക്കും. അത് ഒരുപാട് പാവപ്പെട്ട, അതെ, നിരപരാധികളായ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അതുപോലെ പാവങ്ങളായ ആളുകൾക്ക് എതിരെ കേസെടുത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ ജയിലിൽ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എനിക്ക് എൻ്റെ മനസ്സിനുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ വക്കീലായി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സംഭവം നടന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ഒരു സംഭവത്തിൽ, അതായത് നിരപരാധിയായ ഒരാളെ കള്ളക്കേസ് ചുമത്തി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് 20 വർഷം തടവിന് വിധിച്ചു. 20 വർഷം തടവിന് വിധിച്ചപ്പോൾ പാവം നിരപരാധിയായ ആളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെ, ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ജയിലിൽ കയറ്റി. അതൊന്നും കുറച്ച് മുമ്പാണ്. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. നമ്മുടെ സഫീർ നിരപരാധിയായ അവനെ ജയിലിലേക്ക് കയറ്റിയപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പൊളിഞ്ഞു പോയി ഉസ്താദേ. ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതെ, 20 വർഷം ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അദ്ദേഹം നേരെ പോയത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്കായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട സഹോദരി, അവർ 3 പേരും മരിച്ചു പോയിരുന്നു. അതെ, സ്വന്തമായുള്ള വീടും ആരൊക്കെയോ കൈക്കലാക്കിയിരുന്നു. നിസ്സഹായനായ അവസ്ഥയിൽ ആ ഒരു മനുഷ്യൻ കരയുന്ന രംഗം, അത് എനിക്ക് ആലോചിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ. വല്ലാത്തൊരു അവസ്ഥ. അങ്ങനെ ഒരാളും ജയിലിൽ കിടക്കാൻ പാടില്ല. അതിനെതിരെയാണ് ഞാൻ. നല്ല രീതിയിൽ അന്വേഷണം വേണം, തെളിവുകൾ വേണം, എങ്കിൽ മാത്രമേ അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് സഫീർ ജയിലിലായപ്പോൾ അതൊക്കെ അങ്ങ് ഓർമ്മ വന്നു. എൻ്റെ മനസ്സിലേക്ക് അതൊക്കെ അങ്ങോട്ട് റബ്ബേ. കാരണം എല്ലാ തെളിവുകളെല്ലാം നശിപ്പിച്ച്, അതെ, തെറ്റ് ചെയ്തവർ നല്ല മാന്യന്മാരെ നടക്കുകയും ബാക്കിയുള്ളവർ അകത്താകുകയും ചെയ്യുന്നൊരവസ്ഥ അതൊരാൾക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൊരുതണം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എനിക്ക് അതിനിടയ്ക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അതെ, ഒരു പെണ്ണായ ഞാൻ, ശരിയാണ്, എല്ലായിടത്തും വക്കീലായി ഓടിയെത്താനൊക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൂട്ട് വേണമെന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും നിർബന്ധിക്കുന്നുണ്ട്.
എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ നിങ്ങളോട് തുറന്ന് പറയാണ്. അങ്ങനെ ഒരു കൂട്ട് എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുകയാണെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചൊരു പുരുഷനുണ്ട്, അദ്ദേഹത്തെ എനിക്ക് കൂട്ടായി കിട്ടുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എനിക്ക് സാധിപ്പിച്ചു തരണം. ആ ഒരു വോയിസ്, വളരെയധികം നീണ്ട വോയിസ്, ഒരു നിമിഷം ആഷി ഉസ്താദ് വോയിസ് കേട്ട് റീപ്ലൈ കൊടുത്തു. അല്ല മോളെ, നീ ആരാ എന്താ പറഞ്ഞില്ല, നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ശരിയാണ്, നിനക്കനുസരിച്ച് ഒരാളെ കൂടെ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്, ഒരു ആൺതുണ എപ്പോഴും കൂടെ ഉണ്ടാവും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഉമ്മയും ഉപ്പയും നിർബന്ധിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ആ കാണാൻ വന്ന ഇഷ്ടമല്ല എന്നും പറഞ്ഞു. അല്ല മോളെ, എൻ്റെ മോൾക്ക് നിൻ്റെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഉസ്താദിനോട് തുറന്ന് പറയണം കേട്ടോ, ഒന്നും മറച്ചു വെക്കരുത്, നാളേക്കൊക്കെ ഒന്നും കാത്തു വെക്കരുത്. ഇന്നുണ്ടെങ്കിൽ ഇന്ന് കഴിയുകയാണെങ്കിൽ ഇന്ന് കഴിയണം, ഒരിക്കലും നാളേക്കൊക്കെ മാറ്റി വെക്കരുത് കേട്ടോ പൊന്നു മോളെ. അങ്ങനെയാണെങ്കിൽ മോള് പറ, എന്താണ് ആ ഒരു സംഭവം, മോള് പറ. എന്നാൽ ഒരു നിമിഷം അപ്പോൾ തന്നെ റിസ്വാന വക്കീൽ മറ്റൊരു വോയിസ്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, പക്ഷേ എനിക്ക് തോന്നിപ്പോയി. അതെ, എല്ലാത്തിനൊരു സേഫ്റ്റി കൊടുക്കാനും എനിക്ക് സേഫ്റ്റി നൽകാനും എനിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരാളെ എൻ്റെ മനസ്സിലേക്ക് പടച്ച റബ്ബായിട്ട് തോന്നിപ്പിച്ചു തന്നു. അത് ഞാൻ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട ആഷി ഉസ്താദിൻ്റെ കൂടെ പോകുന്ന സഫീർ. അതെ, അതാണ് ഉസ്താദേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാം, എന്തും ചെയ്യാം. ഞാൻ നിങ്ങളുടെ ശിഷ്യയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തും എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ പറഞ്ഞോളൂ. എന്നാൽ ആ ഒരു മെസ്സേജ് കേട്ടപ്പോൾ ശരിക്കും ആ ഒരു വോയിസ് കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ആഷി ഉസ്താദ്. എന്നാൽ ആഷി ഉസ്താദിൻ്റെ ആ മനോഹരമായ ചുണ്ടുകളിൽ ആ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാഷാ അല്ലാ, എൻ്റെ കുട്ടി തിരഞ്ഞെടുത്തത് നല്ലൊരാളെ തന്നെയാണ്. ആ നിമിഷം തന്നെ ആഷി ഉസ്താദ് ഒരു സ്മൈലികൾ അങ്ങനെ വിട്ടുകൊടുത്തു. എന്താ ഉസ്താദേ, എൻ്റെ ഭാഗത്ത് ഞാൻ ചിന്തിച്ചില്ല, എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നാൽ ആ നിമിഷം തന്നെ ഉസ്താദിൻ്റെ വോയിസ്. മോളെ, അത് പിന്നെ മോളുടെ തീരുമാനം വളരെയധികം നല്ലതായിട്ട് എനിക്ക് തോന്നി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കുട്ടിക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതായത് സഫീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അവൻ്റെ കൂടെ ഇത്രയും ജീവിച്ചിടത്തോളം കാലം അവൻ്റെ സ്വഭാവ മഹിമയും എല്ലാം കൂടി നോക്കുമ്പോഴേ വളരെയധികം നിഷ്കളങ്കനായ യുവാവ്, തെറ്റിന് കൂട്ടു നിൽക്കാത്ത, തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെ ഒരുത്തനാണ് സഫീർ. എന്ന് വെച്ച് ഒരാളെ ഉപദ്രവിക്കുന്നില്ല. അത് അത്രക്കും മാന്യമായൊരു സ്വഭാവം, കാര്യങ്ങൾ ശാന്തമായ സ്വഭാവം എല്ലാമുള്ള സഫീർ ഏറ്റവും നിനക്ക് അനുയോജ്യനായ വരൻ തന്നെയായിരിക്കും. ഇൻഷാ അല്ലാ, ഇതിനു വേണ്ടി എന്തൊക്കെ തന്നെ ഹെൽപ്പും ഞാൻ ചെയ്യാൻ തയ്യാറാണ്ട് മോളെ. എന്നാൽ റിസ്വാന വക്കീൽ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ ശരിക്കും പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുവേ റഹ്മാനെ, മനസ്സിനുള്ളിൽ ഇതുവരെ തോന്നാത്ത ഒരു കാര്യം അത് അവനോട് തോന്നിയെങ്കിൽ റഹ്മാനെ, ഇനി മറ്റൊരാളോട് ഇങ്ങനൊരു തോന്നൽ എനിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് സത്യമായിട്ടും പടച്ച റബ്ബേ ഹൈറാണെങ്കിൽ നീ അത് നടത്തിത്തരണം റഹ്മാനെ. പക്ഷേ ശത്രുക്കളുണ്ട് ചുറ്റുഭാഗത്തും. അതെ, അവൻ്റെ ജ്യേഷ്ഠൻ ജസീറിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ കെട്ടിയെടുക്കുമടി, കെട്ടിയിട്ട് നിന്നെ ഞാൻ തടവിലാക്കി പീഡിപ്പിക്കും, അതെ നിന്നെ നരകിപ്പിക്കും, എന്തൊക്കെയാണ് പറഞ്ഞത് റബ്ബേ. അല്ലാ പഠിച്ചോനെ, ഭയമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. മരിക്കാൻ ഭയമില്ല, പക്ഷേ സഫീറിന് അവൻ എന്തെങ്കിലും ചെയ്യുന്നുള്ള ഭയം. അഥവാ സഫീറിൻ്റെ ഭാര്യയായി ഞാൻ വരികയാണെങ്കിൽ ജസീർ ഒരിക്കലും എന്നെ വെറുതെ വിടില്ല. അവനെയും അല്ലാഹുവേ റഹ്മാൻ നീ രക്ഷ നൽകല്ല, സഫീറിന് ഒരാപത്തും വരുത്തല്ലേ അല്ലാ. ഈ ഒരു വോയിസ് എല്ലാം ആഷി ഉസ്താദ് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ സഫീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ആഷിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആഷി, സത്യമായിട്ടും ഞാനും മനസ്സിൽ ആഗ്രഹിച്ചു പോയൊരു കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെനിക്ക് ശരിക്കും കേൾപ്പിച്ചു തരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അതെ, സത്യമായിട്ടും ആഷി, അതെ എൻ്റെ മനസ്സിലേക്കും റിസ്വാന വക്കീൽ വല്ലാതെ അങ്ങ് കടന്നുകൂടിയിരുന്നു. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല.
ഞാനത് അവളോട് എങ്ങനെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ മോശമല്ലേ, ഒരിക്കലും പറയുന്നത് ശരിയല്ലോ അല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ആഷി, ഞാൻ എൻ്റെ റബ്ബിനെ ഞാൻ എൻ്റെ മുന്നിൽ കാണുകയാണ്. എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ എല്ലാം എനിക്ക് റബ്ബ് തരും. അങ്ങനെയാണ് എൻ്റെ റബ്ബ്, എത്ര കാരുണ്യവാനാണ് അല്ലാ. ആ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് നമുക്ക് എല്ലാം തരും എന്നതിന് ഉത്തമ ഉദാഹരണം വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് എൻ്റെ ആഷി ഉസ്താദേ. അതെ, ഞാൻ പഠിച്ച റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ റഹ്മാനെ, അവളെ കാണാൻ വന്ന സമയം അത് കേട്ടപ്പോഴേ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമമുണ്ടായിരുന്നു. റബ്ബേ, ഞാൻ പറഞ്ഞു പഠിച്ചവനെ ഒരിക്കലും കഷ്ടപ്പെടുത്തല്ലേ അല്ലാ, ജീവിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല, കഷ്ടപ്പെടുത്തരുതേ അല്ലാ, റഹ്മാനെ നീ രക്ഷിക്കണേ. എൻ്റെ ഉസ്താദേ, എനിക്ക് അവളോട് സ്നേഹമുണ്ടായിരുന്നു. അങ്ങേയറ്റം എന്ന് വെച്ചാൽ ഒരുപാട്, അതെ, മനസ്സ് നിറയെ സ്നേഹം എനിക്ക് തോന്നിയിരുന്നു. കാരണം എന്നെ രക്ഷപ്പെടുത്തി എന്നതിലുപരി സത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അവളിൽ നിന്ന് കണ്ടത്. ആഷി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നെങ്ങനെ ഓൾക്ക് പറ്റുമോ? നിങ്ങൾ നേരിട്ട് തന്നെ സംസാരിക്കണോ? ഏയ് വേണ്ട, ഒരിക്കലും അതൊന്നും വേണ്ട. അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ, അല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെന്താ, അത് നടത്തിക്കൂടെ? നിക്കാഹ് കഴിഞ്ഞ് ഹലാലായി കഴിഞ്ഞാൽ എന്താ, കൊണ്ടുവന്നൂടെ, എവിടെയും പോയിക്കൂടെ, എന്താ? എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ അത് സഫീറിൻ്റെ മനസ്സിൽ അത് ചെറിയൊരു പൂവ് മുട്ടിട്ടു. അവൻ്റെ ആ ഒരു മുഖം കണ്ടപ്പോൾ ശരിക്കും ആഷി ഉസ്താദിന് വല്ലാത്ത സന്തോഷമായി. ആടാ, മാഷാ അല്ലാ, എന്തൊക്കെ ഇന്നലെ നിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ. എപ്പോഴും കണ്ണീരേറ്റ് നിൽക്കുന്ന നിൻ്റെ ഈ മുഖം, ഈ ഒരു പുഞ്ചിരി വിരിയാൻ എത്ര ദിവസം കാത്തിരുന്നതാ. എപ്പോഴും സങ്കടമായിരുന്നു നിനക്ക്. എന്താ നിൻ്റെ മുഖത്ത്? സത്യമായിട്ടും അൽഹംദുലില്ലാ, എൻ്റെ മനസ്സ് ഇത്രയും മാസങ്ങളായിട്ട് ടെൻഷനിലായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു മനസ്സിൻ്റെ ഉള്ളിലേക്കൊരു സന്തോഷം. സത്യമായിട്ടും അൽഹംദുലില്ലാ, പടച്ച റബ്ബിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് സഫീർ. ആഷി ഉസ്താദ് കാര്യമെല്ലാം പറഞ്ഞപ്പോൾ അതെ, ആഷി ഉസ്താദിൻ്റെ മനസ്സിലും വല്ലാത്തൊരു സങ്കടം. അല്ലാഹുവേ റഹ്മാനെ, ഹൈറാണെങ്കിൽ നീ അത് വേഗം നടത്തി കൊടുക്ക് റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ പെട്ടെന്ന് ആഷി ഉസ്താദ് അതാ സഫീറിൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, എടാ, നമ്മൾ ഈ ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. റിസ്വാൻ വക്കീൽ സത്യത്തിന് വേണ്ടി പോരാടുന്ന വ്യക്തിയാണ്. സത്യം വിജയിക്കണം. ഒരിക്കൽ പോലും സത്യം അത് ഇല്ലാതാവരുത്. അതിനു വേണ്ടിയിട്ടാണ് അവളുടെ ശ്രമം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരുപാട് മഹിളാരത്നങ്ങൾ ഒരുപാട് യാതനകൾ വേദനകൾ സഹിച്ചിട്ടുണ്ട്. ഇസ്ലാം ദീൻ മുറുകെ പിടിക്കുവാൻ വേണ്ടി ആസിയ ബീവിയെ അറിയില്ല നിനക്ക്? മാഷിത്തയെ അറിയില്ലേ? മാഷിത്തയുടെ 3 മക്കളെ അത് ആ തീയിലേക്ക് എറിയുകയാണ്, തിളച്ചെണ്ണയിലേക്ക് ഇടുകയാണ്. അവസാനമായി തൻ്റെ പിഞ്ചുമോളെ, പിഞ്ചു കുഞ്ഞിനെ ഇടുന്ന സമയത്ത് ഒരിക്കൽ കൂടി പറഞ്ഞു, നീ ഇതിൽ നിന്ന് പിന്മാറണം, ഇസ്ലാമിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞപ്പോൾ അതെ, ആ 3ാമത്തെ കുഞ്ഞിനെ കൂടി അങ്ങ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ റബ്ബേ, ആ കത്തിയാളുന്ന തീയിലേക്ക് ഒരു നിമിഷം എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും. എങ്കിലും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നായിരുന്നു അവർ ഉരുവിട്ടിരുന്നത്. സത്യത്തിന് വേണ്ടി പോരാടണം, അതാണ് വേണ്ടത്. നമ്മുടെ റിസ്വാൻ വക്കീൽ അതിനൊക്കെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. നമുക്ക് ഇങ്ങനെയുള്ളവരാണ് ജീവിതത്തിലേക്ക് വരേണ്ടത്. സത്യമായിട്ടും അവർ ഒരിക്കൽ പോലും ദീൻ വിട്ടൊരു കളി അവർക്കില്ല. സുമയ്യ ബീവിയെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഫീറിനറിയോ? അതെ, അവർ ആ ഒരു മഹദിയെ മരുഭൂമിയിലേക്ക്, ചുട്ടുപൊള്ളുന്ന മണലിലേക്ക് വലിച്ചിഴച്ചു. സൂര്യൻ്റെ താഴെയായി കെട്ടിയിട്ടു. അത് ഒരിറ്റ വെള്ളം നൽകാതെ എല്ലാവരും കൂടി ഉപദ്രവിച്ചു. എന്നാലും അവർ പറഞ്ഞെന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതായിരുന്നു. അങ്ങനെ ധീരതയുള്ള പെണ്ണാണ് നമ്മുടെ റിസ്വാൻ വക്കീൽ. അവർക്ക് സത്യം ജയിക്കണം. അതെ, അസത്യത്തിനെതിരെ പോരാടണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതെല്ലായിടത്തും. ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മഹിളാരത്നം മണിമുത്തായിരിക്കും അവൾ റിസ്വാന. അതുകൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിക്കുവാൻ ശ്രമിച്ചാൽ, ഒരുപക്ഷെ നിൻ്റെ ഇണയാക്കാൻ കഴിഞ്ഞാൽ അത് നിനക്കും ഒരു ഭാഗ്യമായി തീരും സഫീർ. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട സഫീർ എന്തൊക്കെയോ ചിന്തിച്ചു. അല്ലാഹുവേ റഹ്മാനെ, ഹൈറാണെങ്കിൽ എനിക്ക് നീ സ്വന്തമാക്കി തരണം അവളെ. സഫീറിൻ്റെ മനസ്സിൽ അത് റിസ്വാന വക്കീലിനോട് കൂടുതൽ ഇഷ്ടവും സ്നേഹവും
തോന്നി തുടങ്ങി. എങ്ങനെയെങ്കിലും അവരെ ഹലാലാക്കി എൻ്റെ ഇണയാക്കണം റഹ്മാനെ. അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. എന്നാൽ ജസീർ അതിന് സമ്മതിക്കുമോ? അതായിരുന്നു പിന്നെയുള്ള ഭയം. പക്ഷെ ഒരിക്കൽ പോലും മഹദിക്കൊന്നും സംഭവിക്കരുത് എന്നും അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ എന്തായിത്തീരും നമ്മുടെ റിസ്വാന വക്കീലും നമ്മുടെ സഫീറും ഒരുമിക്കുമോ? അത് കാണുവാൻ ആഷി ഉസ്താദിന് കഴിയുമോ? നമ്മൾക്ക് അത് കേൾക്കാൻ കഴിയുമോ? കാത്തിരിക്കാം ഇൻഷാ അല്ലാ. അടുത്ത ഭാഗത്തിനായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഒരു ലൈക്ക് തരണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മുടെ സ്റ്റോറി 20,000 ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ആകെ കുറച്ച് സബ്സ്ക്രൈബ് ഉള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇൻഷാ അല്ലാ ഇതുപോലുള്ള നല്ല കഥകൾ ഇനിയും കൊണ്ടുവരണം ഇതിലേക്ക് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. പരസ്പരം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, നിങ്ങൾ എനിക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്കും കുടുംബത്തിനും, ഞാൻ നിങ്ങൾക്കും കുടുംബത്തിനൊക്കെ ഒരുപാട് ആളുകൾ ദുആ വസിയത്തിന് വേണ്ടി ദുആ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. മക്കൾ എക്സാം എഴുതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ റിസൾട്ട് ഒക്കെ നല്ല രീതിയിൽ വരാനും അതുപോലെ തന്നെ നല്ല ഉന്നത വിജയം നൽകുവാനും അതുപോലെ അസുഖമായിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുടെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പിന്നെ എല്ലാവരും ആദ്യം തന്നെ എന്ത് ദുആ ചെയ്യുമ്പോഴും ആദ്യം ദുആ ചെയ്യാനുള്ളൊരു കാരണം പടച്ച റബ്ബേ ആക്കിബത്ത് നന്നാക്കണേ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആക്കിബത്ത് നന്നാക്കി തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നീടുള്ള ജീവിതമൊക്കെ വളരെയധികം വിഷമകരമായിരിക്കും. ഞാനിങ്ങനെ ആലോചിച്ച് ഇന്നലെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ കണ്ടപ്പോഴേ ഒരുപാട് മൈലാഞ്ചി ചെടികൾ ഇങ്ങനെ അവിടെ നിറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ അടുത്തായിട്ട് കബറുകൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ബാങ്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ മഗ്‌രിബ് ബാങ്ക് ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മഗ്‌രിബ് വേഗം തെറ്റുമല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വേഗം പള്ളിയിൽ നിസ്കരിക്കാനും കയറി. ഞാനവിടെ അപ്പുറത്ത് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം അപ്പുറത്തുണ്ട്. ഞാനും സഫമോളും കൂടെ അവിടെ പോയി നിസ്കരിക്കാനും പോയപ്പോൾ ഈ കബറുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് റബ്ബേ പഠിച്ചോനെ, അതിങ്ങനെ ഞാൻ അങ്ങനെ വിചാരിക്കും, നമ്മളിപ്പോൾ ഭൂമിയിലുള്ള സമയത്ത് നമ്മൾ ബാങ്ക് എടുക്കുമ്പോൾ വേഗം നിസ്കരിക്കാൻ പോകും. പക്ഷേ ഈ കബറിൽ കിടക്കുന്ന ആളുകൾക്കില്ലേ അതൊക്കെ മരണത്തോടു കൂടിയാണ് കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോൾ അപ്പം തന്നെ നിസ്കരിക്കാൻ പോവുക, ഖുർആൻ പാരായണം ചെയ്യുക. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അവസാനം നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ റബ്ബേ കുറച്ചും കൂടി എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ, നോമ്പ് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ, അതുപോലെ ദിക്റുകൾ ചെല്ലാൻ സ്വതക്ക ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും ഇത്ര അവസാനമാകുമ്പോൾ നമ്മൾ. പക്ഷെ നമുക്ക് കഴിയൂലല്ലോ. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെയൊക്കെ സ്വീകരിക്കട്ടെ, എന്ത് തെറ്റ് കുറ്റങ്ങളുടെയും പുറത്തു തരട്ടെ. അതുപോലെ തന്നെ മരണം ഹൈറാകുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.